ABC ജ്യൂസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ABC ജ്യൂസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ABC കുടിക്കാറുണ്ട്. വീട്ടിലുള്ള ടൈമാണെങ്കിൽ ഒരു 11:30 ആ ടൈമിൽ ഞാൻ ഇത് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതാണ് മെയിൻ വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ഓറഞ്ച് എടുക്കാറുണ്ട്, ഒരു നെല്ലിക്ക, ആംല ഹെയറിനും സ്കിന്നിനും നല്ലതാണ് നെല്ലിക്ക ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുതിനയില, ഇത്രയും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലെടുത്ത് അരിച്ചിടും. ഇതാണ് ഞാൻ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് 3 ആഴ്ചയിൽ ഒരു 3 ദിവസങ്ങളിൽ ഞാൻ കുടിക്കാറുണ്ട്. ഇതാണ് എൻ്റെ റുട്ടീനിൽ വരുന്ന ABC. ഇത് ഞാൻ മാറ്റാറില്ല. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതല്ല എങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് മധുരം വിത്തൗട്ട് ഷുഗർ, ഒന്നിലും ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് കുടിക്കാറുള്ള കാര്യമാണ്. പലരുടെയും ഡൗട്ടാണ് കേട്ടോ, പിന്നെ ഇതെന്താ ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന അല്ലാതെ ഇതൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആവാൻ ഇതിൽ ഒരു ഹാഫ് പീസ് പകുതി വരുന്ന കുക്കുംബറും കൂടെ ആഡ് ചെയ്യാം, അതും നന്നായിരിക്കും. ഓറഞ്ച് മറ്റു കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വലിയ ഓറഞ്ചല്ല, കുഞ്ഞ് ഓറഞ്ചാണ്, അപ്പോൾ മധുരം നന്നായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ മതി. വീക്ക്ലി ത്രൈസ് നിങ്ങൾ എടുത്താൽ മതി, എന്നും എടുക്കേണ്ട, ഇടവിട്ട ദിവസങ്ങളിൽ കുടിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. പിന്നെ സ്കിന്നിന് വേണമെങ്കിൽ ഐസ് ക്യൂബായിട്ട് ABC നമുക്ക് തയ്യാറാക്കാം, അതായത് ഐസ് ക്യൂബ് മസാജ് ചെയ്യാം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഡെയിലി റൂട്ടീനിൽ ഇതുപോലത്തെ ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് പോയാൽ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കും, നന്നായിരിക്കുകയും ചെയ്യും, ഹെൽത്തും നന്നായിരിക്കും. ഓക്കെ.